മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ വഫാത്തിന് ശേഷം ഭരണമേൽപ്പിക്കുന്നത് യസീദിനെയാണ്. അവസാന സമയത്ത് അദ്ദേഹം ഉപദേശം കൊടുക്കുന്നുണ്ട് യസീദിനോട്, മോനെ നീ നീതി പാലിക്കണം, പ്രത്യേകിച്ച് അഹ്ലു ബൈത്തിനെ കാര്യമായി ബഹുമാനിക്കണം, അതിലൂടെയാണ് വിജയമുണ്ടാവുന്നത്. പക്ഷേ യസീദിൻ്റെ ഭരണം വളരെ ക്രൂരമായിരുന്നു. കൂഫയിൽ മുഴുക്കെ അനീതി പരക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ അതിനെല്ലാവിധ യോഗ്യതയുണ്ടായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ മാറി നിന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ വിവരമെല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് മനം നൊന്ത് അദ്ദേഹം മദീനയിലേക്ക് താമസം മാറ്റുകയാണ്. കുടുംബത്തോടൊപ്പം മദീനയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രരാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് മനസ്സിലുണ്ടായിരുന്നു ഖലീഫയായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വരണമെന്ന്. മദീനത്തെത്തുമ്പോഴും സമാധാനം ഉണ്ടായില്ല. യസീദിൻ്റെ ക്രൂരമായ ഭരണപരിഷ്കാരങ്ങൾ കണ്ടു നിൽക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരാൾക്ക് എങ്ങനെ കഴിയാനാണ്? അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പോവാണ്. മക്കയിലേക്ക് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വല്യാപ്പയുടെ മുമ്പിൽ ചെന്നുകൊണ്ട്, നബിയെ ഞാൻ പോവുകയാണ്, നിങ്ങളെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പോവുകയല്ല, പോകേണ്ടി വന്നതുകൊണ്ടാണ്, ഒരു മാറ്റം അനിവാര്യമായതിനാലാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മക്കയിലെത്തിയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമയാണ് അവിടുത്തെ ഖലീഫ. മക്കയിൽ വെച്ചും അദ്ദേഹത്തിന് വലിയ സ്വീകരണങ്ങളൊക്കെ ലഭിക്കുകയാണ്. പക്ഷേ ആ കാലഘട്ടത്തിലെല്ലാം കൂഫയിൽ നിന്ന് ഒരുപാട് എഴുത്തുകൾ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വരുന്നുണ്ട്. വിശദമായി താരീഖുൽ ഖുലഫയിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. സുരക്ഷിതമല്ലെന്ന് ബന്ധുക്കളെല്ലാം പറഞ്ഞപ്പോഴും അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തം മനസ്സിൽ കരുതിക്കൊണ്ട് പോവുകയാണ്. അവിടെ യസീദിൻ്റെ ഗവർണർ ഇബ്നു സിയാദാണ്. യസീദിൻ്റെ ക്രൂരതകളെല്ലാം നടപ്പിലാക്കുന്നയാളാണ് ഇബ്നു സിയാദ്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് അവിടെ സഹായങ്ങളെല്ലാം ലഭിച്ചു. പക്ഷേ സഹായിച്ചവരെല്ലാം പിന്നെ വകവരുത്തുകയാണ് ഉണ്ടായത്. പിന്നെ ആരോ ഒറ്റിക്കൊടുക്കുന്നു. വിശദമായ ചരിത്രമാണ്. മുന്നോട്ട് പോകാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള ആളുകളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ചെറു സംഘമായി കർബലയിലേക്ക് തിരിക്കുന്നത്. കൂടെയുള്ളത് അധികവും കുടുംബമാണ്, സ്ത്രീകളാണ്, കുട്ടികളാണ്. 1000-ൽ പരം വരുന്ന ശത്രുക്കളോട് എതിരിടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആയുധബലത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഹിമ്മത്തിൻ്റെ മുമ്പിൽ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് സാക്ഷാൽ യസീദ് കുതന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി ഇബ്നു സിയാദിനോട് പറയുന്നത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനെ, മക്കളെ ദിജ്ലയിൽ നിന്ന്, യൂഫ്രട്ടീസിൽ നിന്ന് ഒരിറ്റു വെള്ളം കുടിക്കാൻ അവർ അനുവദിച്ചില്ല. കുടിനീരിറക്കാനില്ലാതെ എങ്ങനെയാണ് യുദ്ധത്തിന് പോകുന്നത്? ടെൻറ്റിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്തിരിക്കുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത മകനായ അലി തങ്ങൾ പറയുന്നുണ്ട് ഉമ്മാൻ്റെ അരികിൽ ചെന്നുകൊണ്ട്, ഉമ്മ ഇങ്ങനെ മാറിയിരിക്കാൻ കഴിയില്ല, എനിക്ക് ഷഹാദത്ത് വേണം, അതിന് നിങ്ങൾ എനിക്ക് അനുവാദം തരണം. എങ്ങനെയാണ് ഒരു ഉമ്മ മകന് സമ്മതം കൊടുക്കുന്നത്? ഉമ്മാൻ്റെ സമ്മതം ലഭിക്കാതെ വന്നപ്പോൾ വാപ്പയായ സാക്ഷാൽ ഹുസൈൻ തങ്ങളുടെ മുമ്പിൽ ഈ മകൻ നിന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് യുദ്ധത്തിന് പോകണം, എനിക്ക് ഷഹാദത്തിന് നിങ്ങൾ അനുമതി തരണം. വാപ്പ മകനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, മോനെ പൊയ്ക്കോളൂ, നിന്നെ അള്ളാഹു നാളെ അവൻ്റെ സ്വർഗത്തിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിപ്പിക്കും. അങ്ങനെ അദ്ദേഹം വാളെടുത്ത് യുദ്ധത്തിന് പോവാൻ. തന്നെ എതിരിടാൻ വന്ന 82 പേരെയാണ് ബഹുമാനപ്പെട്ട അലി തങ്ങൾ കീഴ്പ്പെടുത്തിയത്. അങ്ങനെ അവസാനം അദ്ദേഹം ഷഹീദായി. പലരും ഷഹീദായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പല മക്കളും ഷഹീദായി. മറ്റൊരു മകൻ സൈനുൽ ആബിദീൻ രോഗാവസ്ഥയിലാണ്. എനിക്ക് അനുവാദം തരുമോ ഷഹാദത്തിന് എന്ന് ചോദിക്കുന്നുണ്ട് ഹുസൈൻ തങ്ങളോട്. മോനെ പോകരുത്, നീ സുഖമില്ലാതെ കിടക്കാണല്ലോ എന്ന് വാപ്പയും ഉമ്മയും ചേർന്ന് പറയുന്നുണ്ട്. ഏറ്റവും ദാരുണമായ സംഭവം അതല്ല. കർബലയുടെ ചരിത്രത്തിൽ ചില ചരിത്രരേഖകളിൽ ബുക്കാ ഉൽ അത്ഫാലി ഫി കർബല മിനൽ അതുഷ് എന്ന് കാണാം. ദാഹം കൊണ്ട്, ദാഹം സഹിക്കവയ്യാതെ കുഞ്ഞുമക്കൾ കർബലയിൽ കരഞ്ഞത് എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു വല്ലാത്ത രംഗമാണ്.
പലരും കരഞ്ഞു. ആളുകളെല്ലാം അസഹനീയമായ അവസ്ഥയിലേക്ക് നീങ്ങി. എന്നാൽ വമിൻ അശദ്ദി ഹാദിഹിൽ ലഹളാത്തി ഹുസ്നൻ, അതിലേറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം ഇൻദമാ ഹമലൽ ഇമാമുൽ ഹുസൈൻ ഇബ്നുഹു റളീഅ് അബ്ദുല്ലാഹ് അലിയുൽ അസ്ഗർ, അലിൽ അസ്ഗർ എന്ന് പറയുന്ന അബ്ദുല്ലാ എന്ന് പറയുന്ന തൻ്റെ പൊന്നുമകൻ, 1.5 വയസ്സ് പ്രായമാണ്. ആ മകന് ദാഹിക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞുമോൻ ദാഹിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ മകനെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ശത്രുക്കൾ കാണാൻ വേണ്ടി. വറഫഅഹു ഇലസ്സമാഇ അമാമ ജയ്ഷി യസീദ്, എന്നിട്ട് പറയുന്നുണ്ട്, യാ ഖൗം ഇല്ലം തർഹമൂനി ഫർഹമൂ ഹാദ തിഫിൽ, ഏ ജനങ്ങളെ, നിങ്ങൾ എനിക്ക് കരുണ തന്നില്ല, നിങ്ങൾ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിലും ഈ കുഞ്ഞുമോനോട് നിങ്ങൾ കരുണ കാണിക്കില്ലേ എന്ന് ഹുസൈൻ തങ്ങൾ ചോദിക്കുന്നുണ്ട്. അലാ തറൗനഹു കൈഫ യതലവ്വ മിനൽ അത്ഷ്, ദാഹിച്ചവശനായി കിടക്കുന്ന ഈ മോനങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അവിടുന്ന് ശത്രുക്കൾ പറഞ്ഞു, അതെ, വെള്ളം കൊടുക്കാം. ഈ കുഞ്ഞിനെയുമായി ഹുസൈൻ തങ്ങളോട് വരാൻ പറഞ്ഞു മുന്നോട്ട്. ഹുസൈൻ തങ്ങൾ ഈ കുഞ്ഞിനെ മലർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ആ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. കുഞ്ഞിനെ അവിടെ ഇങ്ങനെ കിടത്തിയിട്ട് ഹുസൈൻ തങ്ങൾ മാറി നിന്നു. ദാഹിച്ചു വലഞ്ഞു വെള്ളത്തിന് വേണ്ടി തുടിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ വായിലേക്ക് അമ്പെയ്ത് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ടാണ് ശത്രുക്കൾ ആക്രമണം നടത്തിയത്. മരിച്ചുപോയ കുഞ്ഞിൻ്റെ മയ്യത്തുമായിട്ട് ഹുസൈൻ തങ്ങൾ തിരികെ ടെൻറ്റിലേക്ക് പോകുന്ന രംഗമുണ്ട്. ചരിത്രത്തിൽ കാണാം. ആ ടെൻറ്റിൽ നിന്ന് വല്ലാത്തൊരു അട്ടഹാസം കേട്ടു അത്രേ, വല്ലാത്തൊരു ബഹളം കേട്ടു അത്രേ. ഇനി കാത്തു നിൽക്കാൻ കഴിയില്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളുടെ മകനാണ്. പല ആളുകൾ ചേർന്ന് പ്രയാസപ്പെട്ട് മാത്രം ഉയർത്താൻ പാകത്തിലുള്ള ഖൈബർ കോട്ടയുടെ വാതിലെടുത്ത് തൻ്റെ പരിചയമായി ഉപയോഗിച്ച് ഒറ്റയ്ക്കൊരു സൈന്യമായി മാറിയ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ എഴുന്നേൽക്കുകയാണ്. തൻ്റെ വാപ്പയുടെ കയ്യിൽ കിടന്ന് ശത്രുക്കളുടെ ഖഡ്ഗങ്ങളെ മുറിച്ചു മാറ്റി അതുൽ ഫുഖാർ ഏന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് സമ്മാനമായി നൽകിയ തലപ്പാവ് ധരിച്ചുകൊണ്ട് നബിയുടെ പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു രണാങ്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരിറ്റു വെള്ളം പോലും ഇല്ലാതെ യുദ്ധം നടത്തി എത്രയെത്ര ശത്രു കിങ്കരന്മാരെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയത്. അവസാനം അവശനായി തൊണ്ട വരണ്ടു ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ദിജ്ലയിൽ നിന്ന് അല്പം വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് വന്ന് കൊലപ്പെടുത്തുന്നത്. കുതിര മാത്രം ടെൻറ്റിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടു. അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി. അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ദിജ്ലയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് പ്രവാചകൻ്റെ കുടുംബത്തിന് അവർ കൊടുത്തില്ല. സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചഴച്ചാണ് കൊണ്ടുപോയത്. മുത്തുനബിയുടെ കുടുംബം ഇവിടെ നിലനിൽക്കണമെന്ന് കരുതി ചെറിയ കുഞ്ഞുങ്ങളെ കിടത്തി അതിൻ്റെ മുകളിൽ കിടന്നു ഉമ്മമാർ, അവരെ കാണാതിരിക്കാൻ വേണ്ടി. ഓടിയെടുക്കുന്ന ശത്രു കിങ്കരന്മാർ ഞങ്ങളെ കൊല ചെയ്ത് തിരിച്ചു പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഉമ്മമാർ ചെയ്ത ത്യാഗമാണ് ഇന്ന് അഹ്ലു ബൈത്തിൻ്റെ പരമ്പരയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിരസ് ഉടലിൽ നിന്ന് അറുത്തു മാറ്റി അതും ഉയർത്തിപ്പിടിച്ച് പ്രകടനം നടത്തി ഇങ്ങനെ തെരുവിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ചരിത്രത്തിൽ അധികമാരും വായിക്കാത്ത മറ്റൊരു സംഭവം നടക്കുന്നത്. ഒരു നസ്രാനിയായ ഒരാൾ ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഹാദാ റഅ്സുമൻ, ഇതാരുടെ ശിരസ്സാണ് നിങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നത്? അവർ പറയുന്നു, റഅ്സുൽ ഹുസൈൻ ഇബ്നു അലി, ഇത് ഹുസൈൻ ബിൻ അലി തങ്ങളുടെ ശിരസ്സാണ്. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ലൗ കാന ലഈസ വലദുൻ ലഹമൽനാ ലിഅക്താഫിനാ, നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഈസ നബിക്കൊരു പുത്രനുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ കുഞ്ഞിനെ ചുമലിൽ നിന്ന് താഴെ ഇറക്കാതെ കൊണ്ട് നടക്കുമായിരുന്നു. സമയം വൈകുന്നേരമാണ്. അനസ്രാനിയായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് രാത്രി ഈ ബഹുമാനപ്പെട്ട ശിരസ് എനിക്ക് തരുമോ? എൻ്റെ വീട്ടിൽ വെച്ചു കൊള്ളാം, എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു കൊള്ളാം, നാളെ രാവിലെ നിങ്ങൾക്ക് തിരിച്ച് തരികയും ചെയ്യാം. അതിനു പകരമായി 1000 ദിനാർ കൈപ്പറ്റി ആ ശിരസ് ആ നസ്രാനിയായ സഹോദരന് നൽകുകയാണ്. അദ്ദേഹം അത് കൊണ്ടുപോയി രാത്രിയായി അത് മനോഹരമായി കഴുകി വൃത്തിയാക്കി ഒരുപാട് ചുംബനം നൽകി മുടിയൊക്കെ ചീകി മനോഹരമാക്കി
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ അംലികു ഇല്ലാ നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യണത്. പ്രവാചകന്റെ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹം ഒരു നസ്രാനിയായ സഹോദരൻ കാണിച്ചത് അങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം മയങ്ങിപ്പോയി. രാത്രി ഏറെയായി അദ്ദേഹം മയങ്ങിപ്പോയി. സ്വപ്നത്തിൽ വന്നു സാക്ഷാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ ബഹുമാനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഹിദായത്ത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിറ്റേന്ന് നേരം വെളുത്തു. ആ ശിരസ് കൈമാറി അദ്ദേഹം മുസ്ലിമാവുകയും ചെയ്തു. പിന്നീട് പിൽക്കാലത്ത് പ്രവാചകപുത്രന്മാർക്ക് അഹ്ലുബൈത്തിന് ഖാദിമായി മാറി എന്ന് ചരിത്രത്തിൽ കാണാം. മുഹറം 10 ഏറ്റവും വലിയ തേങ്ങലാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം.